അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. തൃപ്പൂണിത്തുറ പട്ടണത്തിൽ കരിങ്ങാച്ചിറ സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷ യോഗത്തിൽ ഈ രണ്ടാം ദിനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവകൃപാലുവായ ദൈവം നൽകി തന്ന ഈ നല്ല നിമിഷത്തെ ഒരാദരവായി, ഒരു അംഗീകാരമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ രാത്രിയിൽ ഇവിടെ വന്ന് കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന തൃപ്പൂണിത്തുറ സെൻറ്ററിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ രാജൻ ചാക്കോ പാസ്റ്റർ, എറണാകുളം റീജിയൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ തോമസ് ബേബി പാസ്റ്റർ അവരുകൾ, തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി സംസാരിപ്പാൻ നമ്മുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ടി.വൈ. ജെയിംസ് അവരുകൾ, മറ്റ് അനുഗ്രഹരായ ദൈവദാസന്മാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്തവൃദ്ധന്മാർ, ദൈവമക്കൾ, എന്നെ ആഴമായി സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. മാമല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശുശ്രൂഷകനായി എറണാകുളം പട്ടണത്തിൽ കടന്നു വന്ന നാൾ മുതൽ എന്നെ സ്നേഹിക്കുകയും നിരവധി അവസരങ്ങൾ എനിക്ക് നൽകുകയും ചെയ്ത സഭയാണ് കരിങ്ങാച്ചിറ സഭ. ആ ദൈവസഭ സ്വാന്തനം എന്നുള്ള നിലയിൽ ഇപ്രകാരം ക്രമീകരിച്ചിരിക്കുന്ന ഈ മഹായോഗത്തിൽ ഇന്നേ ദിനം ഇപ്രകാരം നൽകി തന്ന നല്ല നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആമുഖത്തിന് വിരാമം ഇട്ടുകൊണ്ട് വേഗത്തിൽ എൻ്റെ മുൻപിൽ തന്നിരിക്കുന്ന ചിന്താവിഷയത്തെ നിങ്ങളുമായി കൈമാറി ദൈവസന്നിധാനത്തെങ്കിൽ ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തെങ്കിലായിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവൻ ആയിരുന്നു. 2024 അവസാന ദിനങ്ങളിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ, ഈ അവസാന മാസം, ഡിസംബർ മാസം, എല്ലാ നിലയിലും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സാഹത്തിൻ്റെയും ഒരു മാസമാണ്. ആഘോഷങ്ങളുടെ രാവുകളാണ് ഈ ദിനങ്ങൾ നാം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, കഴിഞ്ഞ ചില ദിനങ്ങൾക്ക് മുൻപ് ലോകം മുഴുവൻ, കേരളക്കരയും തൃപ്പൂണിത്തുറ ദേശവും സകല മനുഷ്യരും ഒരുപോലെ ആഘോഷിച്ച യേശുദേവൻ്റെ തിരുപ്പിറവി അഥവാ നാം വിളിക്കുന്ന ക്രിസ്മസ് എന്ന ആഘോഷം. ക്രിസ്മസ് എന്ന ആഘോഷത്തെക്കുറിച്ച് നാം കേൾക്കുമ്പോൾ, നാം ചോദിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ല, ഇന്നിൻ്റെ നാൾ വഴികളിൽ യാത്ര ചെയ്യുന്ന പലർക്കും പറയുവാൻ കഴിയുന്ന വേഗത്തിലുള്ള ഉത്തരം എന്താണ് ക്രിസ്മസ്, എന്തിനാണ് ക്രിസ്മസ്, എങ്ങനെയാണ് ക്രിസ്മസ് എന്ന ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങൾ പറയുവാൻ കഴിയും. വേഗത്തിൽ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, നല്ല കരോൾ ഗാനങ്ങളുള്ള ദിനങ്ങൾ, നക്ഷത്രങ്ങൾ ഭവനത്തിൻ്റെ മുൻപിൽ തൂക്കുവാൻ കഴിയുന്ന അവസരങ്ങൾ, കേക്കും വീഞ്ഞും സമൃദ്ധിയോടെ കഴിക്കുവാൻ കഴിയുന്ന നല്ല ദിനങ്ങൾ, പടക്കങ്ങൾ പൊട്ടിച്ചാഘോഷിക്കുവാൻ കഴിയുന്ന നല്ല രാത്രികൾ, അങ്ങനെ വിവിധങ്ങളാകുന്ന അഭിപ്രായങ്ങൾ ക്രിസ്മസ് അപ്പൂപ്പനെ കുറിച്ച് വരെ വാതോരാതെ പറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കഴിയും. കാരണം അവരുടെ മനസ്സിലേക്ക് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ വേഗത്തിൽ ഓടി വരുന്നത് അവർ അനുഭവമാക്കുന്ന, അവർ പ്രായോഗികമാക്കുന്ന ചില കാര്യങ്ങളെയാണ്. എന്നാൽ വാസ്തവമായി ഇന്നു രാത്രിയിൽ നിങ്ങളോട് ഞാൻ അഭിസംബോധന ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, വാസ്തവമായി എന്താണ് ക്രിസ്മസ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. എന്താണ് വാസ്തവമായി ക്രിസ്മസ്? 5 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വേഗത്തിൽ കോറിയിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1, ക്രിസ്മസ് അഥവാ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ഒരു യാദർച്ഛികമായിട്ടുള്ള സംഭവം അല്ലവേ അല്ല. എൻ്റെ പിറവി എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പലരും പറഞ്ഞേക്കാം, യാദർച്ഛികമായി ഭൂമിയിൽ പിറന്നു. അല്ലെങ്കിൽ ചില മാതാപിതാക്കൾ അവരുടെ തലമുറകളെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്,
ഞങ്ങൾ ചിന്തിച്ചതല്ലായിരുന്നു, ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. യാദർച്ഛികമായി ഞങ്ങളിലേക്ക് വന്നു ചേർന്നതാണ് ഈ മകൻ, ഈ മകൾ, യാദർച്ഛികമായിട്ടുള്ള ജനനങ്ങൾ. എന്നാൽ യേശു കർത്താവിൻ്റെ ജനനം യാദർച്ഛികമായിട്ടുള്ള ഒരു ജനനം അല്ലവേ അല്ല. വിശുദ്ധ വേദപുസ്തകം ആദ്യോടന്തം പഠിക്കുമ്പോൾ നമ്മോട് വിളിച്ചു പറയുന്ന മഹത്വകരമായ ഒരു സത്യം, കാലസമ്പൂർണതയെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ക്രിസ്മസ്. പഴയ ഉടമ്പടിയുടെ പുസ്തകമായ ഓൾഡ് ടെസ്റ്റമെന്റ് നിഴലായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് നമ്മോട് വിളിച്ചു പറഞ്ഞു, പ്രവാചകന്മാർ പ്രവചിച്ചു പ്രവചിച്ചു പ്രവചിച്ച് ആ പ്രവചനത്തിന്റെ നിവർത്തി എന്നുള്ളവണ്ണം ഈ ഭൂമിയിൽ പിറവിയെടുത്തതാണ് യേശു കർത്താവ്. അഖിലാണ്ടത്തിന്റെ നിർമ്മാണത്തിനു മുൻപേ മുൻ നിയമത്തിങ്കൽ നിർണയിച്ചിരുന്ന പദ്ധതിയായിരുന്നു യേശു കർത്താവിന്റെ ജനനം. പാപം ചെയ്ത മനുഷ്യൻ പാപത്തിൽ വീണപ്പോ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദ്യ പ്രവചന ദൂതായി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു പതിച്ചു. എന്ത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. വീണ്ടും ഉപമാനങ്ങളിലൂടെ, നിഴലുകളിലൂടെ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പ്രവാചകന്മാർ പ്രവചിച്ചു. യെശയ്യാവ് പറഞ്ഞു, കന്യകാസുതനായി ഒരുവൻ ജനിക്കും, അവൻ ലോകത്തിന്റെ രക്ഷിതാവാകൊണ്ട് അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. മീക പ്രവാചകൻ പറഞ്ഞു, അവൻ ജനിക്കുന്നത് ബേത്ലഹേമിലാണ്, അവൻ നസറത്തിൽ വളരും, അവിടുന്ന് മിസ്രൈമിലേക്ക് പോകും, അവിടെ നിന്ന് ഞാൻ അവനെ വിളിച്ചു വരുത്തും. ഈ പറഞ്ഞ പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയായി ജനമെടുത്തവനാണ് യേശു കർത്താവ്. അതുകൊണ്ടാണ് മത്തായി തന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം മുഴുവൻ യഹൂദന്മാരോട് തെളിയിച്ചു കൊടുത്തു, നിങ്ങൾ കാത്തിരുന്ന മശുകയാണ് യേശു കർത്താവെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒന്നാമത് നാം തിരിച്ചറിയുക, ക്രിസ്മസ് എന്നുള്ളത് ഒരു യാദർച്ഛികമല്ല. യേശു കർത്താവിന്റെ ജനനം എന്നുള്ളത് ഒരു യാദർച്ഛിക സംഭവമല്ല. അത് തിരുവചനത്തിന്റെ നിവർത്തിയാണ്, നിവർത്തിയാണ്, നിവർത്തിയാണ്. 2, യേശു കർത്താവിന്റെ ജനനം ത്യാഗത്തിന്റെ ഫലമാണ്. യേശു കർത്താവിന്റെ ജനനം ത്യാഗത്തിന്റെ ഫലമാണ്. നിരവധി ത്യാഗങ്ങൾ വിശദീകരിക്കുന്നില്ല. മാതാപിതാക്കളായ യോസേഫും മറിയയും ജീവിതത്തിൽ ത്യാഗപൂർണമായ ഒരു കാലഘട്ടം അവർ മുന്നോടി. അത് ബഹുമാനത്തിന് അർഹമാണെന്നുള്ള കാര്യം നാം മറക്കരുത്. അത് വിട്ട് ഞാൻ വേഗത്തിൽ വരാം. നാം വായിച്ച വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിച്ചത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വെച്ചുകൊള്ളാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പ്രിയരെ, ഞാൻ മാനുഷികമായി നിങ്ങളോട് ചോദിക്കട്ടെ, അല്പമൊന്നു താഴാൻ നമുക്ക് എത്രമാത്രം മനസ്സുണ്ട്? അല്പമൊന്നു താഴാൻ. ഗോവേണി എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മുകളിലുള്ള ചിലതിനെ കയറി കയറിപ്പോയി പിടിച്ചെടുക്കുവാനുള്ള ഒന്നാണ് ഗോവേണി എന്ന. എന്നാൽ ഗോവേണിക്ക് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? താഴെയുള്ള ഒരു വസ്തുവിനെ ഇറങ്ങിച്ചെന്ന് അതിനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി വരിക എന്നുള്ളത് ഗോവേണിയുടെ പരമപ്രധാനമായ ഒരു ഉദ്ദേശമാ. എന്നാൽ നമുക്കിഷ്ടമുള്ള ഗോവേണി മുകളിലേക്ക് കയറി പോകുവാനുള്ളതായിരിക്കുമ്പോ യേശു കർത്താവ് ഉയരത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വെച്ചുകൊള്ളാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ത്യാഗത്തിന്റെ ഫലമാണ് ക്രിസ്മസ്. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബജീവിത ബന്ധങ്ങൾ തകരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ത്യാഗപൂർണമായ ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ എത്രയോ ബന്ധങ്ങൾ നമുക്ക് നഷ്ടമാകുകയില്ലായിരുന്നു.
ഒന്ന് താഴാൻ, ഒന്ന് ക്ഷമിക്കാൻ, ഒരു മനസ്സിന്റെ അകത്തളങ്ങളിൽ അല്പനിമിഷത്തേക്കൊന്ന് ക്ഷമിക്കാൻ താഴാൻ തയ്യാറുണ്ടായിരുന്നെങ്കിൽ എത്രയോ ബന്ധങ്ങൾ നഷ്ടമാകില്ലായിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഞാൻ ഓടി പറഞ്ഞു വരട്ടെ. അപ്പോൾ യേശു കർത്താവിന്റെ ജനനം അഥവാ ക്രിസ്മസ് ത്യാഗത്തിന്റെ ഫലമാണ്. 3, ക്രിസ്മസിനൊരു സന്ദേശമുണ്ട്. ഒന്നാമത്തെ കരോൾ ഗാനം ദൈവദൂതന്മാർ, മാലാഖമാർ ആട്ടിടയന്മാരോട് വിളംബരം ചെയ്തതാ. എന്താണത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനം. ഇന്ന് കരോളുകളൊക്കെ പാരഡി ഗാനങ്ങളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓർക്കുക, അതിനൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം യേശു കർത്താവ് സർവ്വലോകത്തിൻ്റെയും രക്ഷിതാവായി ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതാണ് ക്രിസ്മസിന്റെ പരമപ്രധാനമായ സന്ദേശം. ഈ 3 ഭാഗങ്ങളെ അവിടെ നിർത്തി എൻ്റെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് വേഗത്തിൽ ഓടിയെത്താം. ക്രിസ്മസിന് ഒരു ലക്ഷ്യമുണ്ട്. യേശു കർത്താവിന്റെ ജനനത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ക്രിസ്മസിന്റെ ലക്ഷ്യം? വാണിജ്യ മേഖലയിൽ കച്ചവടം നടത്തുന്ന എൻ്റെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ പറയും, ടാർജറ്റ് പൂർത്തീകരിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് ക്രിസ്മസ്. ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. മറ്റു പലരോടും ചോദിച്ചാൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഒരുപക്ഷെ ക്രിസ്മസിന്റെ ലക്ഷ്യങ്ങളായി പറഞ്ഞേക്കാം. എന്നാൽ വാസ്തവമായി എന്താണ് ക്രിസ്മസിന്റെ ലക്ഷ്യം? നാം വായിച്ചു, ആ വാക്യത്തിൽ തന്നെയുണ്ട്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. യേശു കർത്താവിന്റെ ഈ ഭൂമിയിലെ ജന്മത്തിന് കാരണം, ജനനത്തിന് കാരണം ഏദനിൽ നഷ്ടമായി പോയ ദൈവിക ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ മനുഷ്യവർഗം മുഴുവൻ ആവോളം പരിശ്രമിച്ചിട്ടും കർമ്മകാണ്ഡ പദ്ധതികൾക്കൊന്നും ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ കഴിയാതിരുന്നപ്പോൾ ന്യായപ്രമാണത്തിനും ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾക്കും ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ കഴിയാതിരുന്നപ്പോ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു. എന്തിനെന്നറിയാമോ? ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനും അവിടുന്ന് ഈ ഭൂമിയിൽ ജനിച്ചു. അർത്ഥാൽ കാൽവരിയുടെ കുലക്കളത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിലെ യാഗമായി തീരാൻ യേശു കർത്താവ്, യേശുദേവൻ ഈ ഭൂമിയിൽ അവതരിച്ചു. അതാണ് ക്രിസ്മസിന്റെ ലക്ഷ്യം. പാപിയായ മനുഷ്യൻ പാപത്തിൽ വീണ നാൾ മുതൽ അവൻ പരിശ്രമിക്കുകയാണ്. പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ യാഗങ്ങൾ നിരവധിയായിരുന്നു. യാഗത്തിലൂടെയായിരുന്നു പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവർ ശ്രമിച്ചിരുന്നത്. യഹൂദന്മാരുടെ പെരുന്നാളുകൾ, 7 പെരുന്നാളുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് മഹാപാപ പരിഹാര ബലി അഥവാ മഹാപാപ പരിഹാര പെരുന്നാൾ. ഈ പെരുന്നാൾ ഇസ്രായേൽ മക്കൾ കൊണ്ടാടുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടിയ ലേവ്യ പുസ്തകം 23-ാം അധ്യായമാ ഞാൻ കൈമാറുന്നത്. 7-ാം മാസം 10-ാം തീയതി ആ മഹാപാപ പരിഹാര പെരുന്നാൾ മഹാപുരോഹിതൻ നിർവഹിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങളെ മുഴുവനും വഹിച്ചുകൊണ്ട് ഒരു യാഗം നടത്തുക, ഒരു യാഗം കഴിക്കുക. 7 ദിവസത്തെ ശുദ്ധീകരണത്തിന് ശേഷം മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മാത്രം പ്രവേശിക്കുവാൻ അർഹതയുള്ള അന്നേ ദിനം തൻ്റെ വിശുദ്ധമായ ആഡംബരപൂർണമായ വസ്ത്രത്തെ ഉരിഞ്ഞു വെച്ചിട്ട് പഞ്ഞിനൂൽ കൊണ്ട് നെയ്തെടുത്ത വസ്ത്രം ധരിച്ച് തൻ്റെ പാപത്തിനും തൻ്റെ കുടുംബത്തിൻ്റെ പാപത്തിനും പരിഹാരത്തിനായി കാളക്കിടാവിനെ യാഗമർപ്പിച്ചനന്തരം 2 ആട്ടുകൊറ്റന്മാരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അതിനെ ചീട്ടിടും. അതിലൊന്നിനെ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും, മറ്റൊന്നിനെ അസസ്സേലിനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. യഹോവയ്ക്ക് വിശുദ്ധമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിനെ അറുത്ത് അതിൻ്റെ രക്തവുമായി മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ
അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകും. യാഗപീഠത്തിന്മേൽ കൃപാസനത്തിന്റെ മുകളിൽ ആ രക്തത്തുള്ളികൾ തളിക്കുവാനായി മറ്റേ ആട്ടുകൊറ്റന്റെ തലമേൽ ഇസ്രായേൽ ജനം ചെയ്ത സകല പാപങ്ങളും ചുമത്തി അതിനെ വലിച്ചു കൊണ്ടുപോയി മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് പതിപ്പിക്കും. ഇത് വളരെ പവിത്രമായി അവർ ചെയ്തു വന്നു. എന്നാൽ മഹാപാപ പരിഹാര പെരുന്നാൾ ആണ്ടിലൊരിക്കൽ ചെയ്ത് അവസാനിച്ചില്ല. ആണ്ടുതോറും മഹാപുരോഹിതൻ അത് തുടർന്നുകൊണ്ടേയിരുന്നു. എന്താ കാരണം? മഹാപാപ പരിഹാര ബലിക്ക് പൂർണ്ണമായൊരു മോചനം, പൂർണ്ണമായൊരു പാപക്ഷമ വരുത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കാലസമ്പൂർണതയിങ്കൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചു. 33 വർഷത്തെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കനന്തരം ഗെത്സമനയിൽ ഏൽപ്പിക്കപ്പെട്ട്, ഗബതയിൽ തകർക്കപ്പെട്ട്, ഗോൽഗോഥയിൽ തറക്കപ്പെടുവാനായി അവിടുന്ന് യാത്ര ചെയ്യുന്ന ഒരു നിമിഷമുണ്ടല്ലേ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വികൃതമാക്കപ്പെട്ടവനായി. ആര്? ദൈവത്തോടൊപ്പം സമത്വമുണ്ടായിരുന്നവൻ. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ സകല ചരാചരങ്ങളെയും മനുഷ്യവർഗത്തെയും മുഴുവൻ നിർമ്മിച്ചവനായ, ഉടയവനായ, ഉടമസ്ഥവനായ, സർവശക്തനായ ദൈവം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വികൃതമാക്കപ്പെട്ടവനായി, തന്റെ പുറം ഉറവുചാല് പോലെ കീറപ്പെട്ടവനായി, ഒരു പൈമരക്കുരിശും ചുമന്നുകൊണ്ട് യാത്ര ചെയ്തു പോകുമ്പോൾ നിലവിളിക്കുന്ന സ്ത്രീകളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരിമാരെ, എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരുവീൻ. എന്താണെന്നറിയാമോ? ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം വെറും സൗഖ്യം തരിക എന്നുള്ളതല്ല. കേവലം മാനസികമായ, കേവലം ജഡസംബന്ധമായ, ശാരീരികമായ വിടുതലുകൾ നൽകി, സൗഖ്യം നൽകി, അത്ഭുതം കാണിച്ചു പോകുക എന്നുള്ളതല്ല. എന്റെ ജനനത്തിന്റെ ലക്ഷ്യം ഇതാ. കാൽവറിയിലേക്ക് ഞാൻ നടന്നു നീങ്ങുകയാ. എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ചുവടുകൾ വെക്കുക. അതുകൊണ്ട് എന്നെ ചൊല്ലിക്കരേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരുവീൻ. ഗോൽഗോഥ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ മുരുരക്തവും ഊറ്റി നൽകി. മഹാപാപ പരിഹാര ബലിയിൽ നാളിൽ മഹാപുരോഹിതൻ ആട്ടുകൊറ്റന്റെ രക്തവുമായി കൃപാസനത്തിന്റെ അരികിലേക്ക് പോയി ജനത്തിന്റെ പാപത്തിന്റെ മോചനത്തിനായി യാഗം കഴിക്കുമ്പോ സകലത്തിന്റെയും അധിപനായവൻ, സകലത്തിന്റെയും ഉടയവനായവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കാളക്കൊറ്റന്റെ രക്തവുമായിട്ടല്ല, കുഞ്ഞാടിന്റെ രക്തവുമായിട്ടല്ല, സ്വന്തം നിണവും എടുത്തുകൊണ്ട് പിതാവിന്റെ അരികിലേക്ക് കയറിപ്പോയി മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടുള്ള പ്രായശ്ചിത്ത യാഗം കാൽവരി ക്രൂശിൽ യാഗമാക്കി തീർത്തു. മഹാപാപ പരിഹാര ബലി ആണ്ടുതോറും ചെയ്യണമെങ്കിൽ യേശുദേവന്റെ ക്രൂശിലെ മരണത്താലുള്ള വിമോചനം, ക്രൂശിലെ മരണത്താലുള്ള പാപക്ഷമ, അത് നിത്യമാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദേശനിവാസികളെ, പാപമോചനത്തിനായി ഇനിയൊരു കർമ്മമാർഗവും അവശേഷിക്കുന്നില്ല. പാപമോചനത്തിനായി കാൽവരിയുടെ കുലക്കളത്തിൽ ഒരുവൻ യാഗമായി, അത് വിശ്വസിക്കാൻ ഇന്ന് രാത്രിയിൽ ദേശത്തിൽ ഞങ്ങളുടെ ശബ്ദസീമ പരിധിക്കുള്ളിൽ കേൾക്കുന്ന ദേശത്തോട് വിളിച്ചു പറയട്ടെ, കാൽവരിയിൽ യാഗമായി തീർന്ന യേശു കർത്താവ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് യാഗമായി തീർന്നെന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പാപമോചനം നിങ്ങൾക്കും സ്വായത്തമാക്കുവാൻ കഴിയും. 5ാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിന് വിരാമം കുറിക്കാം. എന്താണ് ക്രിസ്മസിന്റെ റിസൾട്ട്? എന്താണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ റിസൾട്ട്? അത് റിസൾട്ട് ഇല്ലാത്ത ഒന്നല്ല. യേശു കർത്താവ് ജനിച്ചിട്ട് റിസൾട്ട് ഇല്ലെന്ന് ആരും പറയുവാൻ കഴിയില്ല, നമുക്കൊട്ടും പറയാൻ കഴിയില്ല.
എന്താണ് യേശു കർത്താവിന്റെ ജനനത്തിന്റെ റിസൾട്ട്? എനിക്കറിയാം, ആത്മീകമായി വചനപരമായി നല്ല പാണ്ഡിത്യമുള്ളവരാ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സ്തോത്രം പറഞ്ഞു തുടങ്ങുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ക്രിസ്മസിന്റെ റിസൾട്ടാണ്, യേശു കർത്താവിന്റെ ജനനത്തിന്റെ റിസൾട്ടാണ് ഇന്നു രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് കൂടപ്പെട്ടിരിക്കുന്ന ദൈവസഭ. ഓ ജീസസ്, ക്രിസ്മസിന്റെ റിസൾട്ടാണ് വീണ്ടെടുക്കപ്പെട്ട ജനം. രാത്രിയിൽ അത് ഉറപ്പ് പ്രാപിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരറ്റുക. എന്റെ പ്രഭാഷണത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നതിന് മുൻപ്, ന്യായപ്രമാണത്തിലൂടെയുള്ള വിമോചനം സാധ്യമാകാത്ത കാഴ്ച കണ്ട് പണ്ഡിതനായ, ന്യായപ്രമാണ വിദഗ്ധനായ, പരീശനായ, യഹോവഭക്തനായ യേശു കർത്താവിനാൽ പിടിക്കപ്പെട്ട പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഒരു കരച്ചിലുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? 7-ാം അധ്യായം ഒരു കരച്ചിലാണെങ്കിൽ 8-ാം അധ്യായത്തിൽ ജയഘോഷത്തോടെ പൗലോസ് പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ട്? കാൽവരിയിൽ പരമയാഗമായ യേശു കർത്താവിന്റെ നീണത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് പൗലോസ് 8-ാം അധ്യായത്തിൽ അവസാനം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നുണ്ട്, ഈ ദൈവിക സ്നേഹബന്ധത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കും? റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം. ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് കഷ്ടമോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നത്തോ, ആപത്തോ, വാളോ? രാത്രിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ അങ്കണത്തിന്റെ അകത്ത് വന്നിരിക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ നാളെ ഇതിന് സാധ്യമാകണമെന്നില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ നിത്യത സ്വായത്തമാക്കുവാൻ, പാപത്തിന്റെ മോചനം നൽകുവാൻ കാൽവരിയിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവബോധം അകത്തുണ്ടെങ്കിൽ, പൗലോസിനെ പോലെ നമുക്കും തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാനായിട്ട് കഴിയും, ഇതിനൊന്നും എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല. രാത്രിയിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ, അകത്ത് സന്തോഷമുള്ള ദൈവമക്കൾ, ഈ ബന്ധത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, തങ്ങളുടെ കരങ്ങൾ അടിച്ച് എന്നോടൊപ്പം ചേർന്ന് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ചുടമനദാരക ശബ്ദനാഥനെ വിബലബലവ ശകലഘടകദിന അക്ഷുണവനഘടകദിലോരവനഘടക ശബ്ദനാഥന. നമ്മുടെ വായികൾ തുറന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്. നാം എത്രത്തോളം സ്തുതിക്കാതിരുന്നാലും ഈ ലോകം നമ്മളെ കുറിച്ച് പറയും നമ്മൾ സ്വാത്രക്കാരെന്ന്. പിന്നെ നമ്മൾ എന്തിനാ നാണിക്കുന്നേ? ഇവിടെ വിളിച്ചു പറയാം, ആത്മാവിൽ പോരാട്, ആത്മാവിൽ ആരാധിക്ക്. ഇന്ന് രാത്രി നാം ആത്മാവിൽ ആരാധിക്കുമ്പോൾ, അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ തകരപ്പെടുക, ദേശാധിപതി ശക്തികൾ തകരപ്പെടുക, ക്രൂശിൽ ജയോത്സവം മുഴക്കിയ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ജനഹൃദയങ്ങളുടെ മേൽ വ്യാപരിക്കുകയാ. സഭയ്ക്കെതിരായി, കുടുംബങ്ങൾക്കെതിരായി വ്യാപിപ്പിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി തകരപ്പെടുകയാ. ചുടമനകശബ്ദനാഥന. അതുകൊണ്ട് പ്രിയരെ, യേശു കർത്താവിന്റെ ജനനം യാദർച്ഛികമല്ല, അത് ത്യാഗത്തിന്റെ ഫലമാണ്. അതിനൊരു സന്ദേശമുണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ട്, അതിനൊരു റിസൾട്ട് ഉണ്ട്. രാത്രിയിൽ എൻ്റെ പ്രഭാഷണത്തിന് ഞാൻ വിരാമ കുത്തിടുമ്പോ പറഞ്ഞവസാനിപ്പിക്കട്ടെ. ധൈര്യത്തോടെ ഈ നാളുകളിൽ ഈ സത്യസുവിശേഷത്തിന്റെ വാഹകരായി ദേശത്തെങ്ങും ഓടാം, ദേശത്തെങ്ങും ഓടാം, ദേശത്തെങ്ങും ഓടാം. കാരണം മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശു കർത്താവിന്റെ നാമമാ. കാൽവരി ക്രൂശിലെ രക്തത്താൽ ചൊരിഞ്ഞ വലിയ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.